ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 8:30 ആയി. പക്ഷേ കണ്ടു, സോ ബ്രൈറ്റ്. ഡേ ലൈറ്റ് കൂടുതലായതുകൊണ്ട് ഇവിടെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് 9 മണിയായാലും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പേടിയും വേണ്ട. ഞാൻ നടന്നാണ് പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നൊരു 25 മിനിറ്റ്സ് നടന്നാൽ മതി. സോ മോർണിങ്ങിനും രാവിലെയും വൈകിട്ട് ഞാൻ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ പോലെയല്ല, ഇവിടെ എന്താ പറയുക, നാട്ടിലും നടക്കുന്ന ഇഷ്ടമാണ്. ഒരുപാട് നടക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ബസ്സിൽ പോകാണ്ട് നടന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതും 20-25 മിനിറ്റൊക്കെ നടക്കാനുള്ളതാണെങ്കിൽ ഞാൻ നടക്കും. പക്ഷെ നാട്ടിൽ നടക്കുന്നതിനെക്കാട്ടി ഇവിടെ നടക്കാൻ നല്ല രസമാണ്. വണ്ടിയുടെ പൊല്യൂഷൻ അധികം ഇല്ല. ഒരുപാട് വണ്ടികളിങ്ങനെ ചെറവറ പോകത്തില്ല. പിന്നെ പൊല്യൂഷൻ ഇല്ല. പിന്നെ ഹോണിൻ്റെ ഒരു ബഹളം അങ്ങനെയൊന്നുമില്ല. സോ നല്ല രസമാണ് നടക്കാൻ. പുറത്തെ കാഴ്ച കാണിച്ചു തരാം. 8:30 ആയിട്ട് എന്ത് രസമായിട്ടാണ്. നല്ല ബ്രൈറ്റ്. കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ രാവിലെയാണ് തോന്നും. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ തണുത്ത കാറ്റ് വരുമ്പോൾ എനിക്കെന്തോ നടന്നു പോകുന്ന കാരണം ഞാനെപ്പോഴും ഇത് വെക്കാറുണ്ട്. കുറച്ച് ഒരു 2 വീക്സ് കഴിയുമ്പം എന്തായാലും വേണ്ടി വരില്ല. നല്ല വെതറായിരിക്കും. എങ്കിലും രാത്രി നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോകൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലത്തെ ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വീഡിയോകളൊക്കെ കണ്ടോ. ഇതിപ്പോൾ ഒറ്റ നില വീടാണ്, വേറെ സ്റ്റൈലാണ്. പല സ്ഥലത്തും വീടുകൾ പല സ്റ്റൈലായിട്ട് എനിക്ക് തോന്നാറ്. എല്ലാം ഇതുപോലത്തെ ഇഷ്ടിക വെച്ചിട്ടാണ് ഇങ്ങനെ തേച്ച്, നമ്മുടെ നാട്ടിലെ പോലെ തേച്ച് മിനുക്കത്തൊന്നുമില്ല. ഇങ്ങനെ ഏതെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ കാണുവാണെങ്കിൽ ഇത് വീടിൻ്റെ എന്തെങ്കിലും റിന്യൂ ചെയ്യുമോ പണി നടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ സാധനം അവർ എന്താ പറയുക, ഈ റീസൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന അവിടെ എന്തോ ഇൻഫോം ചെയ്തിട്ട് അവർ ആ സാധനം കൊണ്ടുവെക്കും. അപ്പം അതിലേക്ക് വേസ്റ്റ് എല്ലാം ഇടുമ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് വന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയൊന്നും അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റില്ല. വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ നല്ല രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. നേരത്തെ കണ്ട വീടുകളൊക്കെ ഒറ്റ നിലയാണെങ്കിൽ ഇനി കാണാൻ പോകുന്ന കുറച്ച് വീടുകളൊക്കെ 2 നില വീടുകളാണ്. ആ 2 സൈഡിലായിട്ട് കാണുന്ന ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള വീടുകളാണ്. ഞാൻ പറയാൻ കാരണം ചില വീടുകളുടെ ഫ്രണ്ടിൽ അത് കൺസ്ട്രക്ഷൻ നടന്ന വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. 40 വർഷം 30 വർഷം അതിൽ കൂടുതലും പഴക്കമുള്ള വീടുകളൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ പുതിയ കൺസ്ട്രക്ഷൻ്റെ വീടുകളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ മിക്ക വീടുകൾ ഈ ബ്രൗൺ ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും. അതിൽ ചിലതൊക്കെ വൈറ്റ് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ പ്രത്യേക ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളതുണ്ടാവും. പിന്നെ വൈറ്റ് പെയിൻറ്റ് ഫുൾ അടിച്ച വീടുകളാണ് മിക്ക പുതിയ കൺസ്ട്രക്ഷൻ്റെ വീടുകളും. വൈകിട്ട് നടക്കുമ്പോൾ നല്ല ശാന്തമാണ്. വണ്ടികളുടെ ശബ്ദം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഹോണിൻ്റെ ശബ്ദമില്ല, പക്ഷേ അടുത്തുകൂടെ വണ്ടി പോകുമ്പോഴത്തേക്കുള്ള ശബ്ദം ഭയങ്കരമായിട്ട് എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വോയിസ് ഓവർ ചെയ്തേ. അപ്പോൾ കുറച്ച് വീടൊക്കെ ഞാൻ കാണിച്ചതില്ലേ. അപ്പോൾ പഴയ സ്റ്റൈൽ വീടുകളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയ സ്റ്റൈലിലെ വീട് കാണിച്ചു തരാം. എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കുറച്ച് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വീടുകളാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. പോകാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, മിക്ക സ്ഥലങ്ങളിലും ഒന്നെങ്കിൽ നമ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ തുറന്നു കിടപ്പുണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം. സോ ചുമ്മാ ഒന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം പുതിയ കൺസ്ട്രക്ഷൻ്റെ വീട്. അപ്പോൾ ഇവിടുത്തെ വീടുകളുടെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രസം. എന്തായാലും വീഡിയോ എടുക്കല്ലേ. ഈ ഏരിയ ഫുൾ പുതിയ വീടുകളാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ എന്തോ വന്ന വീടാണെന്ന് തോന്നണേ. ഇതാണ് ആ വീടുകൾ, കണ്ടില്ലേ? ഇതുപോലെ ഉണ്ടാവും പുതിയ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇപ്പോൾ കണ്ട വീടുകളില്ല. അപ്പോൾ ഞാൻ വെറുതെ നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഈ വീടുകൾ 1 മില്യൺ കൂടുതലുണ്ട്. നിയർലി 11 ലക്ഷം യൂറോയാണ്.
ബിക്കോസ് 3 നിലയൊക്കെയാണ് ചില വീടുകൾ. മെജോറിറ്റി 3 നിലയാന്ന് തോന്നുന്നു, ചിലത് 2 നില. 4 ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. 4 ബെഡ്റൂം 3 ബാത്റൂം അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ്. ഇതും വീടുകളാണ് കേട്ടോ, വേറെ സ്റ്റൈൽ വീട്. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8:45 ആകാറായി. 9 ആകുമ്പോഴത്തേക്കും ഇനിയും കുറച്ചുകൂടി ഇരുട്ടും. ഇവിടെ കുറച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പണിക്കാർ കറക്റ്റായിട്ട് കണ്ടോ യൂണിഫോമൊക്കെ ഇട്ട് ട്രാഫിക് എല്ലാം കൺട്രോൾ ചെയ്യുന്ന കാഴ്ച ഇത്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.